വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, സയൻസ് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പുതിയ SCERT ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ 5, 6, 7 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ പുതിയ SCERT ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ പഴയ SCERTയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിലെ പഴയ SCERT നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ആ പഴയ SCERT ക്ലാസ്സുകളും കൂടി നോക്കണം. കാരണം നമുക്ക് PSC പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. പഴയ SCERTയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഴയ SCERTയും കൂടി പഠിക്കണം. അത് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം നോക്കി പോകാം. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വരി ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ആഹാര ശൃംഖലാജാലം എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്? ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരത്തിനായിട്ട് എന്താണ് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ഓരോരുത്തരും, അതായത് ഇപ്പം പുല്ല് കഴിക്കുന്ന പുൽച്ചാടിയാണ്, പുൽച്ചാടിന് നമ്മൾ മാൻ കഴിക്കുമ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരു ഡയഗ്രായിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആ പഴയ ക്ലാസ്സുകളും കൂടി കാണാം കേട്ടോ. അതുപോലെ തന്നെ പഴയ ക്ലാസ്സുകൾ കണ്ട ആൾക്കാർക്ക് അതുപോലെ തന്നെ കുറച്ചും കൂടി റിവൈസ് ചെയ്യാനുള്ളൊരു ഭാഗമായിട്ട് മാറാട്ടെ നമുക്ക് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ആഹാര ശൃംഖലാജാലം എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ? ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, ഓരോ ജീവികളും എന്താണ് ആഹാരം ആക്കുന്നത് പറയുന്നുണ്ട്. സ്രാവ്, കണവ, മീനുകൾ, കടലാമ, മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ, കടലാമ, സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകൾ, പ്ലവകങ്ങൾ അല്ലേ? അപ്പോൾ സ്രാവ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. മത്തിയാണെന്നുണ്ടെങ്കിലും ചെറുമീനുകളൊക്കെ ഈ പ്ലവകങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. അതായത് നമ്മൾ പറഞ്ഞു നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സസ്യങ്ങളെയും കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് സമുദ്രത്തിലെ സസ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലവകങ്ങളാണ്. അതെന്ന് പറയുന്നത് ചെറിയ സസ്യങ്ങളാണ്, അതുപോലെ തന്നെ ഒഴുകി നടക്കുന്നത്. കാരണം സമുദ്രത്തിലാണല്ലോ. അപ്പോൾ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആവാസം എന്ന് വെച്ചാൽ എന്താണ്? ആവാസം എന്ന് വെച്ചാൽ ഒരു ജീവിക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അതിൻ്റെ ചുറ്റുപാടിനുണ്ടായിരിക്കും അല്ലേ? ആ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. അതായത് ഓരോ ജീവികളും വസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആവാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് കടുവയെ സംരക്ഷിക്കുന്നതെന്ന് പറയുന്നത്. എന്താണ് കടുവയെ സംരക്ഷിക്കുന്നതിനായിട്ട് കാരണം? ബാക്കിയുള്ള എല്ലാ ചെറിയ ജീവികളൊക്കെ ധാരാളം ഉണ്ടായിരിക്കും, എന്നാൽ കടുവ പോലെയുള്ള ജീവികളൊക്കെ എന്താണ്? കുറച്ചുണ്ടായിരിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഈ നമുക്കറിയാം, കടുവയെ ആശ്രയിച്ചിരിക്കുന്ന പല ജീവികളുമുണ്ട്. അപ്പോൾ ഒരു കടുവ എന്ന് പറയുന്ന ഒരു കണ്ണി പോകുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കില്ലേ? അതിനാൽ തന്നെ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം എന്തായിരിക്കുന്നുണ്ട്? പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ ജീവികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ ധർമ്മങ്ങൾ, ഇപ്പോൾ ഒരു ജീവിയുടെ ധർമ്മം തന്നെ മറ്റൊരു ജീവിക്കും നിർവഹിക്കാനായിട്ട് പറ്റും. ചെറിയ ജീവികളാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ജീവി പോവുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ധർമ്മങ്ങളൊക്കെ, അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർക്കും ഉണ്ടായിരിക്കാം. പക്ഷെ വലിയ ജീവികൾക്ക് ചെയ്യുന്നതൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ധർമ്മങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ ജീവികളായിട്ടുള്ള ഇപ്പോൾ കടുവ എന്നൊക്കെ പറയുന്നത് സംരക്ഷിക്കണമെന്ന് പറയുന്നത്.
നെക്സ്റ്റ് എന്താണ് അധിനിവേശക്കാർ എന്ന് വെച്ചാൽ എന്താണ് അധിനിവേശക്കാർ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, ആഫ്രിക്കൻ മുഷിയൊക്കെ നമ്മുടെ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും വന്നിട്ട് നമ്മുടെ കുളങ്ങളിലൊക്കെ വന്നിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ സസ്യങ്ങളൊക്കെ അതിലത്തെ എല്ലാ ജീവജാലങ്ങളെയും കഴിച്ച് അത് വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഫ്രിക്കൻ മുഷി കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ അധിനിവേശക്കാരും പുറത്ത് നിന്ന് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്താണെന്ന് പറഞ്ഞു അല്ലേ, ആഹാര ശൃംഖല ജാലം എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്? ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരപദ്ധതിയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ആഹാര ശൃംഖല ജാലം എന്ന് വെച്ചാൽ ഫുഡ് വെബ്, അതായത് നമ്മുടെ ഒരു ചുറ്റുപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കണക്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ഇത് മാത്രം ഉണ്ടായിരിക്കില്ല, ഒരു ശ്രേണി, അതായത് പുല്ല്, പുൽച്ചാടി, മാന്, കടുവ അങ്ങനെ പറയുന്ന ഒരു ശ്രേണി ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒറ്റ ശ്രേണികളെയാണ് എന്ന് പറയുന്ന ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹരിത സംശ്ലേഷണം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലേ പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാമല്ലേ, പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ CRT ചാപ്റ്ററിലും ഉണ്ടായിരുന്നു അല്ലേ, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്താണ് പറയുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും എന്താണ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്ന എന്താണ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എന്താണ് ഊർജമാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഹരിതകം എന്ന വർണ്ണകമാണ് കൂടുതലും സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹരിതകം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്, ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഈ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടാകുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. അത് NH-ആയിട്ട് പിന്നീട് മാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലം ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകം എന്ന് പറയുന്ന എന്താണ്, ഒരു വർണ്ണകമാണ്, ഇലകളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. അങ്ങനെ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതകം എന്ന് വെച്ചാൽ എന്താണ്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നുണ്ട്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകത്തെയാണ് ഹരിതകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ചുവപ്പ് നിറം നൽകുന്നത്, ആന്തോസയാനിനാണ്. ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്, ആന്തോസയാനിനാണ്. ഇനി ഓറഞ്ച് നിറം നൽകുന്നതോ, കരോട്ടിനാണ് ഓറഞ്ച് നിറം നൽകുന്നത്. മഞ്ഞ കളർ നൽകുന്നതോ, സാൻഡോഫിലാണ്. അപ്പോൾ ചുവപ്പ് കളർ ആന്തോസയാനിൻ, ഓറഞ്ച് കളർ കരോട്ടിൻ, മഞ്ഞ കളർ സാൻഡോഫിൽ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പഴയ CRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തോണ്ട് എന്തെങ്കിലും ക്ലാസ്സൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വാതക വിനിമയം സസ്യങ്ങളിലെ. അപ്പം നമ്മൾക്കറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്, ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഓക്സിജനാണ്. പിന്നെ ആർഗണാണ് വരുന്നത്. ഓക്സിജൻ കഴിഞ്ഞാൽ നൈട്രജൻ, ഓക്സിജൻ, പിന്നെ ഏതാണ് വരുന്നത്, ആർഗണാണ് വരുന്നത്. പിന്നെ മറ്റ് ഉള്ളവയൊക്കെ കുറച്ചാണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഏറ്റവും ചെറിയ അളവിൽ വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പം നൈട്രജനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് സസ്യങ്ങൾ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തു വിടുകയാണ് ചെയ്യുന്നത് പകൽ സമയത്ത്. രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ശ്വസനത്തിലെ പകലെന്ന് വെച്ചാൽ എന്താണ് ചെയ്യുന്നത് സസ്യങ്ങൾ? പകൽ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തു വിടാണ്. എന്നാൽ രാത്രിയാകുമ്പോൾ നേരെ തിരിച്ചാണല്ലേ, ഓക്സിജൻ ആണ് സ്വീകരിക്കുന്നത്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് എപ്പിഫൈറ്റ്സുകൾ എന്ന് പറയുന്നത്? എന്താണ് എപ്പിഫൈറ്റ്സുകൾ? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാലേ, ഓർക്കിഡൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന ഓർക്കിഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അല്ലേ. അതൊക്കെ മരവാഴയിൽ വരുന്ന ഒരു സസ്യമാണ് ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഒന്നില്ലെങ്കിൽ അടക്കാത്ത തേയ്മ വയ്ക്കും അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു മരത്തുമ്മലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരുന്നത്? മരത്തിൽ പറ്റി പിടിച്ചിട്ടാണല്ലേ വളരുന്നത്. വേരുകൾ പറ്റി പിടിച്ചിട്ടാണ് വളരുന്നത്. അതെങ്ങനെയാണ് അതിനെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് കട്ടി കൂടിയ വേരുകളായിരിക്കാം. അത് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ വെറുതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലേ, ഒന്നും ചെയ്യുന്നില്ലല്ലോ, അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഈർപ്പം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് മറ്റൊരു ചെടിക്ക് ദോഷമാകുന്നില്ല. അപ്പോൾ ഈ ഓർക്കിഡുകളൊക്കെ ഇതിന് എക്സാമ്പിളാണ്, എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അർദ്ധപരാദങ്ങൾ എന്ന് വെച്ചാൽ? അർദ്ധപരാദങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അർദ്ധ പകുതി എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. എന്താണ് പറയുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ ആഹാരം നിർമ്മിക്കുന്നത് സ്വയം തന്നെയാണ്, പക്ഷെ ജലവും ലവണം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇത്തിൽ കണ്ണി ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സസ്യങ്ങളെയാണ് അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. ഭാഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, ഭാഗികമായിട്ട് ജലലവണം വലിച്ചെടുക്കുന്നുണ്ട്, ജലലവണം മറ്റുള്ളവരിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്, എന്നാൽ ഭാഗികമായിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പകുതിയാണ് അത് ചെയ്യുന്നത്. അത് കാരണമാണ് ഈ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇത്തിൽക്കണ്ണി. എന്നാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഗുണങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് മൂടില്ലാത്താളിക്കുള്ളത്. ഈ മൂടില്ലാത്താളി എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണപരാദമാണ്. ഇത് പൂർണ്ണമായിട്ടും അവരൊന്നും ചെയ്യുന്നില്ല. എന്താണ് പറയുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലെയുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നത്. അതായത് അവരുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് എടുക്കുകയാണ്. അതിനെയാണ് പൂർണ്ണപരാദം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലായത്. ഓക്കെ ആണല്ലോ, ഈ ചാപ്റ്റർ മനസ്സിലായല്ലോ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വ്യാധികൾ പടരാതിരിക്കാൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിലെ രോഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ജലദോഷം എന്നിവയൊക്കെ എന്താണ്? പകരുന്നതാണ്. എന്നാൽ പകരാത്ത ഏതൊക്കെയാണ്? ക്യാൻസറും പ്രമേഹമൊക്കെ പകരുന്നതാണോ? അല്ല പകരാത്ത രോഗങ്ങളാണ് ക്യാൻസറും പ്രമേഹം എന്ന് പറയേണ്ടത്. അപ്പം അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയേണ്ടത്. ഒരാളിൽ നിന്ന് എന്ത് ചെയ്യാണ്? മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികൾ വെച്ചതാണ് പകരുന്ന രോഗമാണ്. അങ്ങനെ പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് മഹാമാരികൾ എന്ന് വെച്ചാൽ എന്താണ്? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു പകർച്ചവ്യാധികൾ വെച്ചാൽ പകരുന്ന രോഗമാണ്, പക്ഷെ ഇത് വേറെ രാജ്യങ്ങളിലേക്ക് പോകുകയാണ് അല്ലെങ്കിൽ വേറെ ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ ആളുകളെ ബാധിക്കുന്നുണ്ട് അല്ലേ, പല രാജ്യങ്ങളെ ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് മഹാമാരി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ മഹാമാരി. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്നത് എന്താണ്? ഒരു മഹാമാരിയാണ്.
അപ്പോൾ നമ്മൾ അതിജീവിച്ച ചില മഹാമാരികൾ ഏതൊക്കെയാണ്? വസൂരി ആദ്യമല്ലേ, വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 എന്നിവയൊക്കെ എന്താണ്? മഹാമാരികളിൽ വരുന്നവയാണ്. ഓക്കെ ആണല്ലോ. എന്താണ് രോഗകാരികൾ എന്ന് വെച്ചാൽ എന്താണ്? രോഗകാരികൾ എന്ന് വെച്ചാൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലെയുള്ള ജീവികൾ, സൂക്ഷ്മജീവികൾ മൂലം പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നുണ്ടല്ലേ ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ. അപ്പോൾ അങ്ങനത്തെ രോഗകാരികളെയാണ് അതിനെയാണ് രോഗകാരികൾ എന്ന് പറയുന്നത്. അതായത് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയൊക്കെ മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നുണ്ട്. ഇങ്ങനെ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാലാണ് ഇവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നത്, പാത്തോജൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ ഇങ്ങനെ രോഗങ്ങൾക്ക് കാരണമാകുന്ന കാരണം അവരെയാണ് രോഗകാരികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? നമുക്കറിയാം നമ്മളെ ഇങ്ങനത്തെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലെയുള്ളവ അല്ലാണ്ട് നമുക്കറിയാം ചില സൂക്ഷ്മജീവികളൊക്കെ നമുക്ക് ഉപകാരപ്രദമാക്കുന്ന ചില സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ദോശമാവ് പുളിപ്പിക്കുന്നതൊക്കെ എന്താണ്? ഉപകാരപ്രദമായ ഒരു സൂക്ഷ്മജീവിയാണ്. അതാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇനി എന്താണ് ഫംഗസ് എന്ന് വെച്ചാൽ എന്താണ്? ഫംഗസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ഭാഗം പുതിയ SCERT കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. മറ്റേതൊക്കെ ചില കാര്യങ്ങളൊക്കെ പഴയ SCERT നിന്നും എടുത്തിട്ടുള്ളതാണ്, ചിലതൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിലൊന്നാണ് ഈ ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ നമുക്കറിയാം അല്ലേ? റൊട്ടിപ്പൂപ്പൽ എന്ന് പറയുന്നത് എന്താണ്? പൂപ്പൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫംഗസ് ആണ് അല്ലേ? ഫംഗസ് ആണ്. അതുപോലെ തന്നെ കരിമ്പൻ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഉണ്ടല്ലോ, അതും ഒരു ഫംഗസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ കരിമ്പൻ എന്ന് പറയുന്നത് എന്താണ്? ഫംഗസ് ആണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകൾ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവയൊക്കെ എന്താണ്? മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ ഒക്കെ എന്താണ്? മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവരുൾപ്പെടുന്നതാണ് ഈ ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നൊക്കെ ഏതെയാണ്? ഫംഗസ് ആണ് അല്ലേ? ഫംഗസ് രോഗങ്ങളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവയൊക്കെ. ഇനി റൊട്ടി, പൂപ്പലും അതുപോലെ തന്നെ വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന കരിമ്പനൊക്കെ എന്താണ്? ഫംഗസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫംഗസുകൾ പറയുന്നത്? റൊട്ടി, പൂപ്പൽ, കരിമ്പൻ എന്നിവയൊക്കെ ഫംഗസുകളാണ്. അതുപോലെ തന്നെ മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായിട്ടുള്ള ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഓക്കെ, ഇനി രോഗാണുവാഹകർ എന്ന് വെച്ചാൽ എന്താണ്? രോഗാണുവാഹകർ എന്ന് വെച്ചാൽ എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന കുറച്ച് ജീവികളുണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് എന്ന് പറയുന്നത് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. അതായത് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ വരുന്നവയാണ് അല്ലേ? എലി മൂലം നമുക്കറിയാം എലിപ്പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈച്ച മൂലം എന്തൊക്കെയാണ്? കോളറ, മഞ്ഞപ്പിത്തം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കൊതുക് അല്ലേ? അനോഫിലസ്, മീഡിയസ്, ഈജിപ്റ്റൊക്കെ ഉണ്ട്. ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടാക്കുന്ന കൊതുകുകളുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ അങ്ങനെ ഇതൊക്കെ ജീവികളാണ് അല്ലേ? പല ജീവികളാണ്. വവ്വാൽ മൂലം നല്ല നിപ്പ വൈറസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഓരോ ജീവികളും നമ്മുടെ ശരീരത്തിലേക്ക് സൂക്ഷ്മജീവികൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഇനി ഈ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കുവാനും ചെറുത്തു നിൽക്കുവാനുള്ള കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. അതിനെയാണ് നമ്മുടെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിവ് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അല്ലേ? ചിലർക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാം, ചിലർക്ക് കുറച്ചും കൂടി പിടിച്ചു നിൽക്കാം അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുള്ള കഴിവ് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ
ചെറുതിലേ തന്നെ അല്ലേ ചെറിയ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കുവാൻ ശരീരത്തിന് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിന് നമുക്കറിയാം ഓൾറെഡി ശരീരത്തിന് നമുക്കിങ്ങനെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട്. പക്ഷേ ചില രോഗങ്ങൾക്കൊന്നും അങ്ങനെ നമ്മുടെ ശരീരത്തിലൊന്നും ഉണ്ടാക്കുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതിന് വേണ്ടി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട് അല്ലേ. അതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിന് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സ്വയം നിർമ്മിക്കുന്നവയെ നമ്മൾ സ്വയം രോഗപ്രതിരോധ ശേഷി എന്ന് പറയും. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഏതൊക്കെ വാക്സിനേഷനാണ് ചെറിയ പിള്ളേർക്ക് എടുക്കണേന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിലായിട്ട് പഠിക്കണമെന്നില്ല. പക്ഷേ ഈ പേരുകളുടെ ഒക്കെ ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക കേട്ടോ. എന്താണ് BCG എന്ന് വെച്ചാൽ ക്ഷയത്തിനെതിരെയുള്ള വാക്സിനാണ് അല്ലേ. BCG എന്ന് വെച്ചാൽ ബേസിലസ് കാൽമെറ്റുഗ്യോറിൻ, ബേസിലസ് കാൽമെറ്റുഗ്യോറിൻ. OPV എന്ന് വെച്ചാൽ എന്താണ്, ഓറൽ പോളിയോ വാക്സിൻ, OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പ് ബി എന്ന് വെച്ചാൽ എന്താണ്, ഹെപ്പറ്റൈറ്റിസ് ബി. FIPV എന്ന് വെച്ചാൽ എന്താണ്, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, ഫ്രാക്ഷണൽ, എഫ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടോ വൈറസ് വാക്സിൻ. അപ്പോൾ എന്താണ് BCG എന്ന് വെച്ചാൽ ബേസിലസ് കാൽമെറ്റുഗ്യോറിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പ് ബി, FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, RVV റോട്ടോ വൈറസ് വാക്സിൻ. അതുപോലെ തന്നെ ജനന സമയത്താണെന്നുണ്ടെങ്കിൽ OPVയും BCGയും ഹെപ്പറ്റൈറ്റിസ് ബി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പിള്ളേർക്കുള്ളവർക്കൊക്കെ അറിയാമല്ലേ ഓരോ വാക്സിനേഷൻ എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മോൾക്ക് 1.5 വാക്സിൻ എടുത്തിട്ടുള്ളൂ, 1.5 വയസ്സിൻ്റെ വാക്സിൻ എടുത്തിട്ടുള്ളൂ. ഇനി എന്താണ് PCV എന്ന് വെച്ചാൽ എന്താണ്, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR എന്ന് വെച്ചാൽ എന്താണ്, മീസിൽസ് റൂബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ നോക്കിയാൽ PCV എന്ന് വെച്ചാൽ എന്താണ്, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR മീസിൽസ് റൂബിൾ വാക്സിൻ. ഇനി DPT എന്ന് വെച്ചാൽ എന്താണ്, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD എന്ന് വെച്ചാൽ എന്താണ്, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.